എൻ്റെ അഭിപ്രായത്തിലും കടുത്ത പോരാട്ടം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ, പിന്നീട് വടകരയായാലും ആറ്റിങ്ങലായാലും പത്തനംതിട്ടയായാലും മാവേലിക്കര, ആലത്തൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇവിടെയൊക്കെ തന്നെ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരും ശരിക്കും പറഞ്ഞാൽ ത്രികോണ മത്സരം. തൃശ്ശൂരിൽ ആരാകും എന്നുള്ളത് പറയാൻ പോലും പറ്റാത്തൊരു പ്രത്യേക സാഹചര്യം നിൽക്കുന്നു. അങ്ങനെയൊരു മത്സരം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. പാലക്കാടായാലും ആലപ്പുഴയിലായാലും ആറ്റിങ്ങലായാലും ഈ പറഞ്ഞ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും. ഈ വടകരയിലും തൃശ്ശൂരിലും രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ പറയുന്നില്ല എന്ന് പറയുന്ന പോലെ നമ്മളൊരു രാഷ്ട്രീയ നിരീക്ഷകരോട് ചോദിക്കുമ്പോൾ പോലും കൃത്യമായി പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. അവിടുത്തെ പ്രചാരണ രീതിയിലും വന്നിരിക്കുന്ന വ്യത്യാസം. വടകരയിൽ നമ്മൾ കണ്ടതാണ് ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് പ്രചാരണം ഏത് രൂപത്തിലേക്ക് കടന്നു എന്ന്. അവിടുത്തെ സൈബർ പോരാട്ടങ്ങൾ, പിന്നീട് നടത്തിയ പ്രതികരണങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും ഇപ്പോൾ നമ്മൾ കാണുന്നത് UDFും LDFും തമ്മിലുള്ള സംഘർഷം. വാട്സാപ്പിൽ മോശം പ്രചാരണം നടത്തിയെന്ന് പറഞ്ഞ് ഇപ്പോൾ പോലീസ് കേസിലേക്ക് വരെ പോകുന്നു. ആ രൂപത്തിലേക്കൊക്കെ പ്രചാരണം പോയിക്കൊണ്ടിരിക്കുകയാണ്. സഭ്യതയുടെയൊക്കെ അതിർവരമ്പുകൾ കടന്നുള്ള പ്രചാരണത്തിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ നമ്മുടെ പരിപാടിയിൽ പ്രസ് കോൺഫറൻസിൽ എത്തിയ സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നു അത് വടകരയിൽ മാത്രമല്ല കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നു. കൊല്ലത്തെ സ്ഥാനാർത്ഥിയും NK പ്രേമേന്ദ്രൻ പറയുണ്ടായി വേറെ രൂപത്തിലേക്കൊക്കെ പ്രചാരണം പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു വർഗീയത ഇവിടെ ചുവകലർത്തിക്കൊണ്ടുള്ള പ്രചാരണം പല രൂപത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഖേദകരമായ കാര്യം അവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ പോരാട്ടം എന്നുള്ളത് ആരാണ് കൂടുതൽ സെക്യുലർ ആയിട്ടുള്ളത് എന്ന് കാണിക്കാനുള്ളൊരു പോരാട്ടമാണ്. അത് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നു. BJPയെ പ്രതിരോധിക്കുന്നതിൽ ആരാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്, ആരാണ് മുന്നിൽ എന്നുള്ള പോരാട്ടം നിൽക്കുന്നു. ആ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ നല്ല എതിർവികാരമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ തൊടാതെ CAA പോലുള്ള വിഷയങ്ങളിൽ മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നു. അപ്പുറത്ത് കോൺഗ്രസിന് അതേപോലെ സർക്കാരിന് എതിരായ കാര്യങ്ങൾ എത്രത്തോളം പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. അവിടെയും രാഹുൽ ഗാന്ധി എന്ന ഘടകം വരുന്നു. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നു. അത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ പ്രചാരണം അതിൻ്റെ ഒരു മോശം രൂപത്തിലേക്ക് പോകുന്നു നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശം അത് രാഹുൽ ഗാന്ധി തുടങ്ങിയ ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ED എന്നുള്ള ചോദ്യം അതൊരു വേറെ രൂപത്തിലാണ് അദ്ദേഹം ചോദിച്ചെങ്കിലും അത് കേരളം പോലൊരു സ്ഥലത്ത് വന്ന് ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു. രാഹുൽ സാധാരണഗതിയിൽ ആ രൂപത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്താറുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം തുടങ്ങി. പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നു. അതിനുശേഷം PV അൻവറിനെ പോലുള്ള ആളുകൾ അത് ഏറ്റെടുത്ത് ഏത് തരത്തിൽ മോശമാക്കിയെന്ന് നമ്മൾ കണ്ടാണ്. ഇന്നിപ്പോൾ അൻവറിനെതിരെ കേസെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് പ്രചാരണം വേറെ തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ അർത്ഥം എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ജയിക്കാൻ വേണ്ടി അവനായുള്ള എല്ലാ അസ്ത്രങ്ങളും എടുത്ത് പ്രയോഗിക്കുകയാണ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ മലബാറിൽ സമസ്തയ്ക്കകത്ത് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് ഭിന്നത, അതെങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. സമസ്ത എന്നാൽ ലീഗാണ്, ലീഗ് എന്നാൽ സമസ്തയാണ് എന്നത് രണ്ടിലുമുള്ള 90% എന്ന് വരുന്ന ഘടകം അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. അപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ലീഗിനെ പരാജയപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് സമസ്ത പോകുന്നില്ല. അതിലെ ഒരു വിഭാഗം, വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം എടുക്കുന്ന നിലപാടൊരു പക്ഷേ ഇടതുപക്ഷത്തേക്ക് പോയേക്കാം. അപ്പോഴും ലീഗിനെ പരാജയപ്പെടുത്തുക എന്ന രൂപത്തിലേക്ക് സമസ്ത പോകില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ലീഗ് വിജയിക്കുക കൂടി ചെയ്തു കഴിയുമ്പോൾ സമസ്തയുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ആ സാഹചര്യം സമസ്ത ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് സമസ്തയുമായ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊരു വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇടതുപക്ഷം ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ BJPയെ പ്രതിരോധിക്കുക എന്നതിൽ ആര് മുന്നോട്ട് പോകുന്നു എന്നുള്ള തർക്കം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറിൻ്റെ വിഷയമൊക്കെ കടന്നു വരുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ, അനിൽ ആന്റണിക്കെതിരെ, ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ EP-ക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. EP-യുടെ അത് ശോഭയാണ് പറഞ്ഞത്. EP എന്ന് മാത്രമല്ല CPM-ലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ എങ്ങനെയെങ്കിലും BJPയിലേക്ക് എടുക്കുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ്. താൻ അതിനെ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. അതിനായിട്ട് EP-യെ സമീപിക്കുന്നു. EP-യുടെ മകനുമായി താൻ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ തീയതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. 2023 ജനുവരി 18 മകനെ കണ്ടു എന്ന് പറയുന്നു. വാട്സപ്പ് സന്ദേശം കാണിക്കുന്നു. അതിനോട് EP പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാറാണ് ഈ വിഷയം ആദ്യം എടുത്ത് പുറത്തു പറഞ്ഞത്. അതുമേൽ EP പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ തരത്തിലൊക്കെ കാര്യങ്ങൾ പോയി മറിയുകയാണ്. അത് ഈ അവസാന നിമിഷത്തിൽ ഈ പറയുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, ശോഭാ സുരേന്ദ്രനെതിരെ വന്നിരിക്കുന്ന പരാമർശങ്ങൾ, അതിനോട് ശോഭ നടത്തിയ പ്രതികരണങ്ങൾ, അപ്പോൾ ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ഒരു വ്യക്തിയുമായിട്ടൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവരെ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ളത് വലിയ ചോദ്യമായി നിൽക്കുന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നറിയില്ല. മറ്റൊരു കാര്യം, ഈ പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് UDFന് അനുകൂലമായിരിക്കുമെന്നൊരു ഒരു ഒരു
തോന്നലുണ്ട്. അത് നേരത്തെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. കഴിഞ്ഞ തവണ അത് 77.67% അത് UDFന് അനുകൂലമായിരുന്നു. അപ്പോൾ പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ അത് LDFന് അനുകൂലമായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം അനുമാനങ്ങളിലേക്കൊക്കെ നമുക്ക് നാളെ വൈകിട്ട് പോകാൻ പറ്റും. അതൊരു ശാസ്ത്രീയമായ കണക്കാണെന്ന് പറയാൻ പറ്റില്ല. നേരത്തെയുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുന്നതാണ്. ഏതായാലും കടുത്ത പോരാട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. Meet the editors.